Hi friends, welcome back to my channel. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ക്യാരറ്റ് ജ്യൂസ് എടുക്കണം. ഈ ക്യാരറ്റ് ജ്യൂസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ക്രീം ഉണ്ടാക്കുന്നത് നോക്കാം. മൈ നെയിം ഈസ് നാൻസി, ഞാൻ യൂട്യൂബ് ബ്ലോഗറാണ്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ക്രീം ഉണ്ടാക്കുന്ന നേരത്ത് നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന പിഗ്മെന്റേഷന്, suntan ഒക്കെ മാറിയിട്ട് ഫൈലൈൻസ് മാറി നമ്മുടെ സ്കിന്നിനെ നല്ലൊരു ബ്രൈറ്റ് ആക്കി മാറ്റാൻ ഈ ഒരു ക്രീമിന് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന രീതി ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അത്യാവശ്യം വലുപ്പമുള്ള എന്ന് വെച്ചാൽ സാധാ മീഡിയം ടൈപ്പിലെ ഒരു ക്യാരറ്റാണ് ഞാൻ എടുത്ത് ഇങ്ങനെ സ്മാഷ് ചെയ്ത് വെച്ചേക്കുന്നത്. നന്നായിട്ട് ഗ്രൈൻഡറിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അതിനുശേഷം നല്ലൊരു നീരെടുക്കുന്ന രീതിയൊന്നും ഞാൻ കാണിച്ചു തരണ്ടല്ലോ. നിങ്ങൾ നീരെടുത്ത് വെക്കുകയാണ് ഇതുപോലെ. ഇത്രയും ജ്യൂസിൻ്റെ ആവശ്യമില്ല, നമുക്ക് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് ചെയ്താൽ മതി. ഇപ്പം ഏകദേശം ഒരു ടീസ്പൂൺ ഇട്ടിട്ട് ഇട്ടിരിക്കുന്ന അലോവേരയുടെ ഇതിൽ നേച്ചറിൻ്റെ അലോവേരയാണ് കേട്ടോ. ഇത് മോയ്സ്ചർ ക്രീമാണ്. അപ്പോൾ ഈ ഒരു അലോവേരയുടെ ജെല്ലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നമ്മൾ ആൽമണ്ട് ഓയിൽ ചേർക്കാണ്. നന്നായിട്ട് ബീറ്റ് ചെയ്യണേ. വെളിയിൽ അത്യാവശ്യം മഴ പെയ്യുന്നുണ്ട്. അതിൻ്റെ സൗണ്ട് കാരണം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഫസ്റ്റ് നമുക്കൊരു വിറ്റാമിൻ ഇയുടെ ഗുളിക കൂടെ ചേർക്കാവേ. നന്നായിട്ട് ബീറ്റ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ആ ക്രീം എന്ന് പറയുന്നത് നമുക്ക് ഈ ക്രീമിൻ്റെ ഒരു രൂപം കിട്ടുന്നത്. നല്ലൊരു ക്രീമിഷ് ഇതായിട്ടാണ് വരുന്നത്. ഈ ഉണ്ടാക്കിയിരിക്കുന്ന ക്രീം എനിക്ക് അത്യാവശ്യത്തിന് വേണ്ടി മാത്രം. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് കൂട്ടിയിട്ട് ഒരു അടച്ചെടുപ്പുള്ള പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ കയറ്റി വെച്ചാൽ നമുക്ക് ഇഷ്ടം അനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഏകദേശം ഒരു 15 ദിവസം 20 ദിവസമൊക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഏകദേശം ഞാനിത് ഇത്രയും കുറച്ച് കാര്യം എടുത്തിട്ടുള്ളൂ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ തണുപ്പാണ്. ഇതിന് നല്ലൊരു സോഫ്റ്റ്നെസ് ആണ്. ഫേസ് ഇങ്ങനെ അപ്ലൈ ചെയ്യാം. നമ്മുടെ ഫേസ്, നെക്ക്, കൈകൾ ഒക്കെ നമുക്കിത് തേക്കാവുന്നതാണ്. വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതായതുകൊണ്ട് യാതൊരുമായ ഒരു വേറെ രീതിയിലുള്ള അലർജിയോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല. എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ ഒരു ക്രീമാണിത്. നിങ്ങൾ ഇതെല്ലാം ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഫ്രണ്ട്സ്, ഇതൊരു 15-20 മിനിറ്റ് നമുക്ക് നല്ലതായിട്ടാണെങ്കിൽ ഫേസിൽ മസാജ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഔട്ട് സൈഡിൽ ഭയങ്കര മഴയാണ്, അതാണ് ഇടയ്ക്കൊക്കെ സൗണ്ട് കേൾക്കുന്നത്. ഈ ഒരു ക്രീം നിങ്ങൾക്ക് രാത്രിയിൽ അപ്ലൈ ചെയ്ത് കിടന്നുറങ്ങിയ ശേഷം രാവിലെ കഴുകി കളഞ്ഞാലും മതി. നല്ലൊരു ക്രീമാണ്. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത ശേഷം എനിക്ക് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണുന്നതിന് എല്ലാവർക്കും